ഹായ് മൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രിയും പകലും ഒരേപോലെ തിരക്കേറിയതും വർഷത്തിൽ 277 ദിവസം ഉത്സവം കൊണ്ടാടുന്നതുമായ ഒരു ക്ഷേത്രത്തെ പറ്റി അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിലെ മധുരയിലുള്ള ക്ഷേത്ര സമുച്ചയമായ മീനാക്ഷി അമ്മൻ ക്ഷേത്രം 4-ാം നൂറ്റാണ്ടിലേതാണ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇന്നത്തെ രൂപത്തിൽ 16-17 നൂറ്റാണ്ടുകളിൽ നിർമ്മിച്ചതാണ്. ഹിന്ദു ഐതിഹ്യമനുസരിച്ച് പാണ്ഡ്യ ഭരണാധികാരിയുടെ മകളായ മീനാക്ഷിയെ വിവാഹം കഴിക്കാൻ ശിവൻ സുന്ദരേശ്വരന്റെ രൂപത്തിൽ മധുരയിലെത്തി. മീനാക്ഷി പാർവതി ദേവിയുടെ ഭാവമായിരുന്നു മീനാക്ഷി അമ്മൻ ക്ഷേത്രം അവരുടെ ഐക്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു. ഉയർന്ന മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ് കൂറ്റൻ ക്ഷേത്രം. അകത്ത് സ്തംഭങ്ങൾ, തൂണുകളുള്ള മണ്ഡപങ്ങൾ, കടകൾ, സംവരണശാലകൾ, തൊഴുത്തുകൾ എന്നിവയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഹാളുകൾ, ഒരു പുണ്യജല സംഭരണി, ചെറിയ ആരാധനാലയങ്ങൾ, മധ്യഭാഗത്ത് സുന്ദരേശ്വരൻ്റെയും മീനാക്ഷിയുടെയും 2 പ്രധാന ആരാധനാലയങ്ങൾ എന്നിവയുണ്ട്. ഗോപുരങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വിപുലമായി അലങ്കരിച്ച ചിലതാണ്. തിളക്കമുള്ള പെയിന്റിംഗ് ഉപയോഗിച്ച് അവ പൂർണ്ണമായും ദിവ്യന്മാരുടെയും ആകാശജീവികളുടെയും രാക്ഷസ മുഖമൂടികളുടെയും രക്ഷാധികാരികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. 14 ഗോപുരങ്ങളിൽ ഏറ്റവും ഉയരമുള്ള തെക്കൻ ഗോപുരമാണ് 170 അടിയിൽ കൂടുതൽ, അതായത് 52 മീറ്റർ ഉയരത്തിൽ. ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ അതിമനോഹരമായ 1000 കൽമണ്ഡപം, 1000 തൂണുകൾ. അതിൽ വാസ്തവത്തിൽ ദിവ്യന്മാർ, സ്ത്രീകൾ, സംഗീതജ്ഞർ, പരിചാര രൂപങ്ങൾ എന്നിവ കൊത്തിയെടുത്ത 985 നിരകൾ അടങ്ങിയിരിക്കുന്നു. ഭക്തർക്ക് പുണ്യജലത്തിൽ കുളിക്കാൻ കഴിയുന്ന ഒരു വലിയ കുളമായ പൊട്ടമറൈ കുളം, അതായത് സ്വർണ്ണ താമരക്കുളം ചുറ്റപ്പെട്ടിരിക്കുന്നു. മധുരയിലെ ശിവൻ ചെയ്ത അത്ഭുതങ്ങളെ ചിത്രീകരിക്കുന്ന ചുവർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച ചുവരുകളുണ്ട്. പടിഞ്ഞാറൻ ചുവരിലെ ഒരു വാതിൽ മീനാക്ഷി ക്ഷേത്രത്തിലേക്ക് നയിക്കുന്നു. ഇത് സ്വന്തം ചുറ്റുമതിലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനുള്ളിൽ നിരവധി അനുബന്ധ ക്ഷേത്രങ്ങളും സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും എല്ലാ രാത്രിയും സുന്ദരേശ്വരന്റെ പ്രതിമ കൊണ്ടുവരുന്ന കിടപ്പുമുറിയുമുണ്ട്. എല്ലാ ആഴ്ചയും മീനാക്ഷിയുടെയും സുന്ദരേശ്വരന്റെയും സ്വർണ്ണ രൂപങ്ങൾ ഒരു ഊഞ്ഞാലിൽ ഇരുത്തി സ്തുതിഗീതങ്ങൾ ആരംഭിക്കുന്നു. വാർഷിക തെപ്പ ഉത്സവത്തിൽ അവരുടെ ചിത്രങ്ങൾ ഫ്ലോട്ടുകൾ സ്ഥാപിച്ച് പൊട്ടമറൈ കുലത്തിന് മുകളിലൂടെ മുന്നോട്ടും പിന്നോട്ടും വലിച്ചിടുന്നു. ദേവിയുടെ വിവാഹോത്സവം എല്ലാ വർഷവും ചൈത്രമാസത്തിൽ, അതായത് ഏപ്രിൽ മെയ് 12 ദിവസം ആഘോഷിക്കുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ മധുര ബസ് സ്റ്റാൻഡിൽ നിന്നും 8 കിലോമീറ്റർ, മധുര പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും 1 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മധുര. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.